പൈൽസ് ഉള്ള ഒരു പേഷ്യൻ്റ് ഡെഫിനറ്റായിട്ട് ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു മോർണിംഗ് റൂട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫിഗ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ബ്ലാക്ക് റൈസിൻസോ കഴിക്കാവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ചെറിയ രീതിയിലുള്ള വാക്കിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ്, യോഗ ഇവയൊക്കെ പ്രാക്ടീസ് ചെയ്യാം. മലവിസർജന സമയത്ത് ഒട്ടും സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ഫുഡ് സ്റ്റൂളും യൂസ് ചെയ്യാം. ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിലുള്ള സിറ്റ്സ് ബാത്ത് ഇവയൊക്കെ നമ്മുടെ പൈൽസ് കുറയ്ക്കാനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഭക്ഷണത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം. ഒരുപാട് സ്പൈസി ആയിട്ടുള്ള ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ മൈദ, ബേക്കറി ഐറ്റംസും കൂടെ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കോഫി, സ്ട്രോങ് ആയിട്ടുള്ള ടീ ഇവയൊക്കെ വെറും വയറ്റിൽ കഴിക്കുന്നത് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിന് പകരമായി നിങ്ങൾക്ക് ഓട്സ് ഉപ്മ അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ് ഉപ്മ ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ഉപ്മ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ക്യാരറ്റ്, ബീൻസ്, അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ചീരയില ഇവയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. മൾട്ടിഗ്രെയിൻ ദോശ അല്ലെങ്കിൽ റാഗി ദോശ അല്ലെങ്കിൽ ഉഴുന്ന് ദോശ, ഇഡ്ഡലി വിത്ത് കോക്കനട്ട് ചട്നി ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കൃത്യമായ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള റൂട്ടീൻ കൂടെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൈൽസ് പോലുള്ള അസുഖങ്ങളിൽ നിന്നും നമുക്ക് പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്.